ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. 144 വർഷം ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുംഭമേള ഇവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ലോകം മുഴുവൻ നമ്മളുടെ ഭാരതത്തെക്കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടുന്നു, അഭിമാനിക്കുന്നു. ആ അഭിമാനത്തിൽ നമ്മൾക്കും അഭിമാനിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നാണ്. കാരണം ബുദ്ധമതത്തിൻ്റെ പിടിയിലായിരുന്നു നമ്മളുടെ ഈ ഭാരതഭൂമി ഒരു കാലത്ത്. 2000 വർഷത്തോളം ബുദ്ധമതത്തിൻ്റെ പിടിയിലായിരുന്നു. അങ്ങനെ ബുദ്ധമതത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് വേദങ്ങളെ അറിയാത്തൊരവസ്ഥ, ഉപനിഷത്തുകളെ അറിയാത്തൊരവസ്ഥ, പൂർവ്വജന്മത്തിനെക്കുറിച്ച് അംഗീകരിക്കാത്ത അവസ്ഥ, പുനർജന്മത്തെക്കുറിച്ച് അംഗീകരിക്കാത്ത അവസ്ഥ, നിർവ്വാണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്ന അവസ്ഥ അങ്ങനെ വന്നു ചേർന്നു. ആ സമയത്ത് ഭഗവാന്റെ ആ വാക്കുകളെയും ഭഗവാന്റെ ആ അസ്തിത്വത്തെയും നിഷേധിക്കുന്നൊരവസ്ഥ വന്നു ചേർന്നു. അപ്പോഴാണ് ഭഗവാന്റെ ആ ഇച്ഛയ്ക്കനുസരിച്ച് ശ്രീ മഹാദേവൻ തന്നെ അവതരിച്ചത്. കാലടിയിൽ 1200 വർഷങ്ങൾക്ക് മുമ്പേ ശങ്കരാചാര്യ സ്വാമികളായിട്ട് അവിടുന്ന് അവതരിച്ചു. 5 വയസ്സിൽ സന്യാസം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അവിടുന്ന് ആകെ 32 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അത്യത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. വൈഷ്ണവാനാം യഥാശംഭു എന്ന് പറയും. മഹാദേവൻ്റെ ആവശ്യമാണ് ഈ വൈഷ്ണവ സംസ്കാരം നിലനിൽക്കണം എന്നുള്ളത്. അതിനനുസരിച്ച് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അതേപോലെ ആ ഈശ്വരൻ്റെ അസ്തിത്വത്തെയും പറഞ്ഞ് സ്ഥാപിക്കണം, അദ്വൈതം സ്ഥാപിക്കണം. അതിനാണ് സാക്ഷാൽ മഹാദേവൻ തന്നെ അംശമായിട്ട് ശങ്കരാചാര്യ സ്വാമികളായിട്ട് അവതരിച്ചത് എന്നാണ്. അഭിമാനിക്കാനുള്ള വകയുണ്ട് കേരളത്തിലുള്ളവർക്ക്. അവിടുന്ന് ആസേതു ഹിമാചലം എന്നാണ് പറയുക. അതായത് ആ നമ്മളെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അവിടുന്ന് കാൽനടയായിട്ട് സഞ്ചരിച്ചു. അവിടുന്ന് ഈശ്വരനുണ്ട് എന്ന് ലോകത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നാണ്. അങ്ങനെ ഹിമാലയത്തിൽ കൂടെ എത്രയോ തവണ സഞ്ചരിക്കുന്ന സമയത്ത് ആചാര്യസ്വാമികൾക്ക് തോന്നി, അതായത് ഈ ഹിമാലയ പർവ്വതത്തിൽ എത്രയെത്രയോ ഋഷിമാരാണ് ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയിൽ ലയിച്ചു നിൽക്കുന്ന ദിവ്യമായിട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്ന ആരാലും അറിയപ്പെടാത്ത എത്രയെത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ഇവിടെ. യതി എന്ന് പറയും, സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അവരുടെ തപസ്സിൻ്റെ ശക്തി മുഴുവൻ ലോകത്തിന് വിതരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ശങ്കരാചാര്യ സ്വാമികൾ. അതിനനുസരിച്ച് സന്യാസ സമ്പ്രദായത്തിൽ ദശനാമി സമ്പ്രദായം ശങ്കരാചാര്യ സ്വാമികൾ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിനനുസരിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ തപസ് ലോകത്തിന് ഉപകാരമാക്കി തീർക്കാൻ എല്ലാവരും കൂടി ഒന്നിച്ച് അതായത് അവിടെ ഭേദഭാവന ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് മാഘമാസത്തിൽ, അതായത് ആ പ്രയാഗ എന്നുള്ള സ്ഥലത്ത് ത്രിവേണി സംഗമത്തിൽ ഒത്തുചേരണം എന്ന് നിർദ്ദേശിച്ചു. ശങ്കരാചാര്യ സ്വാമികളുടെ നിർദ്ദേശത്തിനനുസരിച്ച് അന്ന് തുടങ്ങിയതാണ് ഈ കുംഭമേള എന്നുള്ള വിശേഷപ്പെട്ട ഉത്സവം എന്നാണ്. എത്രയെത്രയോ അറിയപ്പെടാത്ത ആ സന്യാസി ശ്രേഷ്ഠന്മാർ ഒന്നിച്ച് ഇവിടെ വന്ന് ഗംഗാനദിയിൽ അവിടെ പ്രയാഗിൽ വന്നു ചേർന്ന് ത്രിവേണി സംഗമത്തിൽ വന്നു ചേർന്ന് പ്രയാഗരാജ് എന്നുള്ള വിശേഷപ്പെട്ട ആ തീർത്ഥത്തിൽ വന്നു ചേർന്ന് ഒന്നിച്ച് സ്നാനം ചെയ്യുക എന്നുള്ളത്. അവർ സ്നാനം ചെയ്തിട്ടുള്ള അത് അമൃത് പോലെ അത്രയും പരിശുദ്ധമായിട്ടുള്ള ആ ജലത്തിൽ
മറ്റുള്ള ഭക്തന്മാർ അതിന് ആ ഭക്തിക്ക് വേണ്ടി മറ്റുള്ളവന് സ്നാനം ചെയ്യുക എന്നുള്ളത് ആ സമ്പ്രദായം തുടങ്ങി വെച്ച ശങ്കരാചാര്യ സ്വാമികളാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള നമ്മൾക്ക് അഭിമാനിക്കാം. ഇങ്ങനെ ഒരാചാര്യൻ കാരണമാണ് ഇത്രയും വിശേഷപ്പെട്ട ഈ ഒരു ഉത്സവം, ഈ ലോകത്തിന് അത്ഭുതപ്പെടുത്തുന്ന ഉത്സവത്തിൻ്റെ ആരംഭം കുറിച്ചത് എന്ന് നമ്മൾക്ക് അഭിമാനിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ സന്യാസി ശ്രേഷ്ഠന്മാരെ കാണാനായിട്ട്, അവരെ നമസ്കരിക്കാനായിട്ട്, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനായിട്ടാണ് കോടിക്കണക്കിന് ആളുകൾ, 66 കോടി ആളുകളാണ് പുണ്യസ്നാനം നിർവഹിച്ചത് അവിടെ എന്ന് പറയുമ്പോൾ ലോകം അത്ഭുതപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. അത്യത്ഭുതമാണ് ഈ അവസ്ഥ എന്നാണ്. പിന്നീട് ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള അവസ്ഥ എവിടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമകളും ലീലകളും അത് ലോകത്തിൽ മുഴുവൻ പ്രചരിക്കണം. അതിനു വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യ പരമ്പരയിൽ വന്നിട്ടുള്ള ഭഗവാൻ പ്രത്യേകിച്ച് നിശ്ചയിച്ചിട്ടുള്ള ഒരു ആവേശ അവതാരമായിട്ടുള്ള, അതും ഒരു ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവാൻ തന്നെ വന്നിരിക്കുകയാണ്, അംശം ആവേശ അവതാരമായിട്ട് വന്നിട്ടുള്ള സാക്ഷാൽ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദര്. നമ്മൾക്ക് അഭിമാനിക്കാം ആ കാര്യത്തിൽ. കാരണം AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരെ വിശ്വഗുരുവായിട്ട് ആ കുംഭമേള എന്ന് നടക്കുന്ന വലിയ ഗംഭീരമായിട്ടുള്ള ആ ഒരു ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരെ വിശ്വഗുരുവായിട്ട് അംഗീകരിച്ചു. അപ്പോൾ മുമ്പേ ഈ ഇസ്കോണിനൊരു ടെൻറ്റ് പോലും അനുവദിക്കാതിരുന്നതായിരുന്നു അവിടെ കുംഭമേളയ്ക്ക് എന്നാണ്. കാരണം വിദേശികളാണ് എന്നുള്ള ഒരു ചെറിയ ഒരു പതിത്വം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു. ഇന്ന് ലോകം മുഴുവൻ ശീല പ്രഭുപാദ സ്ഥാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയെ അംഗീകരിക്കുന്നു. ലോകം മുഴുവൻ അവർ ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രസാദ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ ഗ്രൂപ്പുകൾ, അദാനി മുതലായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഈ ഇസ്കോണിനോടുകൂടി സഹകരിച്ച് സൗജന്യ പ്രസാദ വിതരണം അവിടെ 45 ദിവസമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഈ ഒരു ഉത്സവത്തിന് എല്ലാവരും ഒന്നിച്ചു ചേർന്നതാണ്. നമ്മൾക്ക് അഭിമാനിക്കേണ്ടതാണ്. സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ വിശേഷം കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഈ കുംഭമേള ഇവിടെ സമാപിക്കാൻ സാധിച്ചു. ഒരാൾക്ക് പോലും ഒരു അസുഖം വന്നു എന്ന് കേട്ടിട്ടില്ല. 66 കോടി ആളുകൾ സ്നാനം ചെയ്തിട്ടും ഒരാൾക്ക് പോലും ഒരു അസുഖം വന്നു എന്ന് കേട്ടിട്ടില്ല. വിമർശിക്കുന്നവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുംഭമേള സമാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിലൊരു പങ്കാളിയാവാൻ സാധിച്ചത്, അതിലൊരു കണ്ണിയാവാൻ സാധിച്ചതിന്, ഒരു തുള്ളി ജലം അവിടുന്ന് തീർത്ഥം പാനം ചെയ്യാൻ സാധിച്ചവർ, സേവിക്കാൻ സാധിച്ചവർ, അതിനെ സ്മരിക്കാൻ സാധിച്ചവർക്ക് മുഴുവൻ ഇതിൻ്റെ പുണ്യം കിട്ടാതെ വിതരണം ചെയ്യപ്പെടും. ഇതിൻ്റെ പുണ്യം സംശയമില്ല. നമ്മളുടെ ഭാരതഭൂമിയിലെ അതിൻ്റെ ആ ഒരു സനാതന ധർമ്മത്തിനെ വിളംബരം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു ഉത്സവം സമാപിച്ചിരിക്കുകയാണ്. അത് അനേകം ആളുകൾ, അത് മഹാകുംഭമേളയിൽ 144 വർഷത്തിന് ശേഷം വരുന്ന ഈ കുംഭമേളയിൽ നോക്കൂ, 64 കോടി ജനങ്ങൾ സ്നാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും സന്തോഷം കൊടുക്കാനായിട്ട് നമ്മളെ പ്രയാഗരാജ് എന്നുള്ള തീർത്ഥരാജന് സാധിച്ചിട്ടുണ്ട്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓരോരുത്തരും എനിക്ക് കാണാൻ സാധിച്ചു, പോവാൻ സാധിച്ചു. എല്ലാവരുടെയും മനസ്സിൽ ആ ഗംഗാ സ്നാനം, അത് പ്രയാഗിൽ സ്നാനം ചെയ്യുന്ന സമയത്തുള്ള നിർവൃതി, അത് ഓരോരുത്തർക്കും അവിടെ പോയി 64 കോടി ജനങ്ങൾക്കും ഒരേപോലെ അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവർക്കും എന്നാണ് ലോകത്തിലെങ്ങ് മംഗളപ്പൂമാരി എന്നാണ്, മംഗളമാകുന്ന ഒരു വർഷം വാരി വിതറാനായിട്ട് പ്രയാഗരാജ കുംഭമേളയ്ക്ക് സാധിച്ചു. അതിൻ്റെ സംഘാടകർക്ക് സാധിച്ചു. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
അപ്പോൾ പ്രയാഗ്രാജിൽ 144 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പോവാനും കാണാനും അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള അതിനോട് ആകർഷണം വർദ്ധിച്ചു. എന്ത് വന്നാലും പോയേ സാധിക്കുള്ളൂ എന്നുള്ള ഭാവത്തിലാണ്. എത്ര ആ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ തയ്യാറായിട്ടാണ് ആളുകൾ ഒരുങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഗംഗ ആരാണ്, പിന്നെ യമുന ഏതാണ്, അതേപോലെ തന്നെ ആ സരസ്വതി എന്താണ്, പ്രയാഗ്രാജ് അതിൻ്റെ ആ പ്രത്യേകത എന്താണ്, അതിനെക്കുറിച്ചിട്ട് മുഴുവൻ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും ആളുകൾക്ക് ആ സ്നാനം ചെയ്യാൻ പോയവർക്ക് തന്നെ എന്തെന്നില്ലാത്ത ആനന്ദം ലഭിച്ചു എന്നതല്ലാതെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതൽ വിവരം അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രാധാറാണിയുടെയും പ്രേമഭാവം വഴിഞ്ഞൊഴുകിയത് നാരദ മഹർഷിയുടെ ആ വീണ, അത് ഗർഗഭാഗവത്തിൽ അത് കാണാൻ സാധിക്കുക. നാരദ മഹർഷിയുടെ വീണയിലുള്ള ദിവ്യമായിട്ടുള്ള സംഗീതം കേട്ട് ഗോലോകേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെയും റാണിയായിട്ടുള്ള രാധാറാണിയുടെയും ആ ദിവ്യമായിട്ടുള്ള പ്രേമം അതൊരു ദ്രവമായിട്ട് മാറി. അതാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പുറത്തായിട്ട് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് അത് സാക്ഷാൽ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച സമയത്ത് മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ മഹാബലിയുടെ മുമ്പിൽ വന്നു. ആ സമയത്ത് 3 അടി മണ്ണ് യാചിച്ചു. ത്രിവിക്രമനായി ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള പാദം ഒരടി കൊണ്ട് താഴെ മുകളിലേക്കുള്ള ലോകങ്ങളെല്ലാം ഭൂമി മുഴുവൻ അളന്നെടുത്തു. 2ാമത്തെ അടി മുകളിലേക്ക് ഉയർത്തിയ സമയത്ത് ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവസ്ഥ. അത് ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ തുളച്ചിട്ട് എവിടെ പോയി അത്യതിഷ്ഠ ദശാങ്കുലം എന്നാണ് പറയണത്. പദനഖ നീര ജനിത ജനപാവന എന്നാണ് അതിനെക്കുറിച്ച് പറയണത്. അതായത് ഭഗവാന്റെ നഖം തട്ടിയിട്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ കട്ടിയുള്ള തോടുകൾ മുഴുവൻ ഭേദിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഭഗവാന്റെ തൃപ്പാദത്തിനെ അതിനെ തഴുകി ഒഴുകിയിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഗംഗ, അതിന് 3 വിധത്തിൽ പേര് പറയും. മന്ദാകിനി എന്ന് അതിനെ പറയും, പിന്നെ ഗംഗ എന്ന് ഭൂമിയിൽ പറയും, ഭോഗവതി എന്ന് ഈ പാതാളത്തിലുള്ള ഗംഗയ്ക്ക് പറയും. അപ്പോൾ ഉപരിലോകങ്ങളെയും ഭൂമിയെയും പാതാളത്തെയും ശുദ്ധമാക്കുന്ന ഗംഗ, ഇതാണ് ഈ പ്രയാഗരാജിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. 2-3 കഥാപാത്രങ്ങളാണ്. അതാണ് ഗംഗാനദി എന്നാണ്. പിന്നെ ഗംഗാനദിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അതായത് യമുനാ നദിയിൽ ഭഗവാൻ ദിവ്യമായിട്ടുള്ള ലീലകൾ ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ ഭഗവാൻ അനേക ലീലകൾ ചെയ്തു. ആ സമയത്ത് ഗംഗാദേവിക്ക് ഒരു പരിഭവം തോന്നി. എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ അടുത്ത്, അതായത് എന്നിൽ ഒരു ലീലകളും ചെയ്യാതിരുന്നത് എന്ന് സംശയം തോന്നി, ഒരു പരിഭവം തോന്നി എന്നാണ്. ആ പരിഭവം തീർക്കാൻ വേണ്ടിയിട്ടാണ് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. എവിടെയാണ്? അന്തർദ്വീപിൽ. ചുറ്റും ഗംഗ ഒഴുക, അതിൻ്റെ മധ്യത്തിലായിട്ടാണ് ദ്വീപിലാണ് അവിടുന്ന് അവതരിച്ചത്. അവിടുത്തെ എല്ലാ ലീലകളും 14 വർഷം വരെയുള്ള 24 വർഷം വരെയുള്ള എല്ലാ സംഭവങ്ങളും സാക്ഷ്യം വഹിച്ചതാണ് ഗംഗാനദി. പരിശുദ്ധയായിട്ടുള്ള ഗംഗാനദി എന്നാണ്. ഗംഗയ്ക്ക് എന്തെന്നില്ലാത്ത സവിശേഷത ഉണ്ട്. യമുനയെക്കുറിച്ചിട്ട് പറഞ്ഞാൽ അവസാനിക്കില്ല. ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ലീലകൾ മുഴുവൻ നടന്നത് യമുനാ തീരത്താണ് എന്നാണ്. യമുനയിലെ ജലം കൊണ്ടാണ് ഭഗവാനെ കുളിപ്പിച്ചത്. അതേപോലെ ഗംഗയിലെ ജലം കൊണ്ടാണ്, ആ ഗംഗാതീർത്ഥം കൊണ്ടാണ് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിനെ ശചി മാതാവ് കുളിപ്പിച്ചത്, സ്നാനം ചെയ്യിപ്പിച്ചത്. അത്ഭുതകരമായ അനേകം ലീലകൾ നടന്നത് ഗംഗാതീരത്ത് യമുനാ തീരത്തും അതേപോലെ ലീലകൾ നടന്നിട്ടുണ്ട് ഭഗവാന്റെ. യമുനാ നദീ തീരത്ത് യമുനാ നദിയിൽ ഭഗവാന്റെ ദിവ്യമായ പാദസ്പർശം പാദസ്പർശം വന്നിട്ടുള്ളതാണ്. ഭഗവാന്റെ പാദത്തിൽ നിന്നുള്ള ധൂളി അവിടെ വന്നിട്ടുള്ളതാണ്. ഭഗവാന്റെ അവതാരം മുതൽക്ക് അവതാരത്തിൽ ഭഗവാന്റെ പാദസ്പർശം ചെയ്യാനായിട്ട് കാളിന്തി
ഉയർന്നു വന്നത്, ഭഗവാന്റെ കുഞ്ഞു പാദങ്ങളെ സ്പർശിച്ചത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മഹാപുണ്യവതിയാണ് ഈ യമുനാ നദി എന്നത്. അപ്പോൾ യമുനയും ഗംഗയും ശ്രീകൃഷ്ണ ഭഗവാനും ചൈതന്യ മഹാപ്രഭുവും ഗംഗാതീരത്ത് അനേക മഹർഷിമാരുടെ ആശ്രമങ്ങൾ കാണാം, യമുനാതീരത്തും കാണാൻ സാധിക്കും. നദിയെ ഈശ്വരനായിട്ട് പൂജിക്കുന്ന ദൈവഭാവത്തിൽ കാണുന്ന പ്രകൃതി അങ്ങനെയുള്ള സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അനേകം ആശ്രമങ്ങൾ, അനേകം സ്നാനഘട്ടങ്ങൾ, പിന്നെ എത്ര ആളുകൾ കുളിച്ചു കഴിഞ്ഞാലും ഒരു മലിനമാവാത്ത അവസ്ഥ, അതിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന അവസ്ഥ. എന്തേ? പാദപോത ജലാം ഹരേഹേ, ഭഗവാന്റെ പാദം സ്പർശിച്ചു എന്നുള്ളത് കൊണ്ട് ഹിമാലയത്തിലെ ദിവ്യമായ ഔഷധ സസ്യങ്ങളുടെ മഹിമകൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒഴുകി വരുന്നു എന്നുള്ളത് കൊണ്ട്. പിന്നെ ആരും അറിയാത്ത ഒന്നുണ്ട് മഹിമ, അതാണ് സരസ്വതി നദി എന്നാണ്. സരസ്വതി നദി വാസ്തവത്തിൽ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? സാക്ഷാൽ വേദവ്യാസ മഹർഷി വ്യാസദേവൻ തപസ് ചെയ്യുന്ന ആ സ്ഥലത്തു നിന്നാണ് സരസ്വതിയുടെ ഉത്ഭവം എന്നാണ് പറയണത്. അവിടെ വെച്ചിട്ട് സരസ്വതി നദി തീരത്ത് വെച്ചിട്ടാണ് അനേകം പുരാണങ്ങൾ എഴുതാൻ സാക്ഷ്യം വഹിച്ചിട്ടുള്ള നദിയാണ് സരസ്വതി നദി എന്നാണ്. സരസ്വതി നദി തീരത്ത് വെച്ചിട്ട് മഹാഭാരതം എഴുതിയത്, പിന്നെ മറ്റുള്ള പുരാണങ്ങൾ എഴുതിയത്, ശ്രീമദ് ഭാഗവതം എഴുതിയത്, ഇതൊക്കെ സരസ്വതി നദി തീരത്ത് വെച്ചിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ വേദവ്യാസ മഹർഷിയുടെ വ്യാസദേവൻ്റെ എല്ലാ ചിന്തകളുടെയും ആ ഒരു ദിവ്യമായിട്ടുള്ള അവസ്ഥ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് സരസ്വതി നദിയിലെ ഓളങ്ങൾ എന്ന് പറയേണ്ടതായിട്ട് വരും. അവിടുന്ന് കലിയുഗത്തിൽ സരസ്വതി നദി നേരെ അന്തർവാഹിനിയായിട്ട് പോകുന്നു. എന്തിന്? കലിയുഗത്തിൽ പുറമെ കണ്ടു കഴിഞ്ഞാൽ എത്ര ആളുകളോ അതിൽ കുളിക്കുക എന്നുള്ളത് അറിയില്ല, എന്തെങ്ങനെയാണ് മലിനമാവാന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് പരമവിശുദ്ധയാണ് ഈ സരസ്വതി നദി എന്നാണ്. സരസ്വതി നദി എവിടെയാണ് പിന്നെ അന്തർവാഹിനിയാണ്, പ്രത്യക്ഷമാവുന്നത് എവിടെയാണ്? ഈ പ്രയാഗിലാണ് അത് പ്രത്യക്ഷമാവുന്നത്. അതാണെങ്കിൽ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ആ രണ്ട് നദികൾ രണ്ട് കളറാണ്. ഗംഗയ്ക്ക് യമുനയ്ക്ക് രണ്ട് കളറാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ സാധിക്കും. നല്ല നീല നിറത്തിലുള്ള ജലമായിട്ട് അടിയിൽ നിന്ന് വെള്ളമൊക്കെ തിളയ്ക്കുന്ന സമയത്ത് കാണാറില്ലേ ആ പാത്രത്തിൽ വെള്ളം, അതേപോലെ ഉള്ളിൽ നിന്നിങ്ങനെ തിളച്ച് പൊങ്ങുന്നത്. ഇത് മൂന്നും കൂടി ഒന്നിച്ച് സംഗമിക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം എന്നുള്ളത് എന്നാണ്. അപ്പോൾ ഇവിടെ ചൈതന്യ മഹാപ്രഭു, ആ മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽപ്പെട്ട അനേകം ശിഷ്യന്മാർ, ആചാര്യന്മാർ, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ, അതേപോലെ തന്നെ വ്യാസദേവൻ്റെ ദിവ്യമായിട്ടുള്ള ചിന്തകൾ, മഹിമകൾ, എത്രയോ മഹർഷീശ്വരന്മാർ, വ്യാസദേവൻ്റെ പിന്നീട് വന്നിട്ടുള്ള അനേകം മഹർഷീശ്വരന്മാർ, ഇവിടെ മുഴുവൻ സേവയുടെ ദിവ്യമായിട്ടുള്ള പ്രഭാവം ഉൾക്കൊള്ളാൻ ഈ ഒരു ത്രിവേണി സംഗമത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മാഘമാസത്തിൽ എന്തേ ഈ ഉത്സവം ഉണ്ടാവാൻ കാരണം? മകരസംക്രാന്തി മുതൽ 45 ദിവസം എന്തേ ഈ ഉത്സവം ഉണ്ടാവാനായിട്ട് കാരണം? കഥകൾ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ മറ്റു ചില കഥകളും കൂടി ഉണ്ട് എന്നാണ്. സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ച് ഈ മാഘമാസത്തിലെ, അതായത് മകരമാസത്തിലെ ആ സംക്രമം മുതൽ 10 ദിവസം അവിടെ പ്രയാഗരാജിൽ സാന്നിധ്യം ചെയ്തിട്ടുണ്ട്. ആ പ്രയാഗരാജിൽ കുളിച്ച് രാധാകൃഷ്ണന്മാരുടെ ദിവ്യമായിട്ടുള്ള രൂപം ഒന്നിച്ച് ചേർന്നതാണ് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു അവിടെ സ്നാനം ചെയ്തിട്ടുണ്ട്. 10 ദിവസം സ്നാനം ചെയ്തിട്ടുണ്ട് അവിടെ എന്നാണ്. ഇവിടെ സമുദ്രത്തിൻ്റെ അനേക ദിവ്യമായ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട്. മിക്കവാറും ആളവിടെ പോയിട്ടുണ്ടാവില്ല. ഗുരുമഹാരാജൻ്റെ കൂടെ അങ്ങനെ പോയിട്ടുള്ള ആ ഒരു അനുഭവം വെച്ച് പറയുന്ന സമയത്ത് അവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ വേണിമാധവ് എന്നൊരു ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് വേണിമാധവ് എന്നൊരു ക്ഷേത്രമുണ്ട്. അതായത് ഈ സമുദ്രദേവന് ചെറിയൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് ഈ ത്രിവേണി സംഗമത്തിന് ചെറിയൊരു ഭയം വന്നിട്ടുണ്ടായിരുന്നു പ്രയാഗരാജിന്. കാരണം സമുദ്രം ആക്രമിച്ചാലോ എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ അവിടെ ഇടയ്ക്ക് വന്ന് സാന്ത്വനിപ്പിക്കാറുണ്ട്. ആ സമയത്ത് ആ ത്രിവേണി പ്രയാഗരാജ്
അപേക്ഷിക്കുകയാണ് ഭഗവാനോട്, ഭഗവാനെ അവിടുന്ന് എന്നും ഇവിടെ സാന്നിധ്യം ചെയ്യണേ എന്നുള്ളത്. അതാണ് വേണി മാധവ് എന്നുള്ള ആ ഒരു 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 ക്ഷേത്രം അവിടെ കാണാൻ സാധിക്കും. പിന്നീട് മറ്റൊന്ന് ബിന്ദുമാധവ ക്ഷേത്രം എന്നുള്ളത്, അതും കാണാൻ സാധിക്കും. സാക്ഷാൽ വല്ലഭ സമ്പ്രദായത്തിലുള്ള വല്ലഭ ആചാര്യനുമായിട്ട് ചൈതന്യ മഹാപ്രഭു സംഭാഷണം നടത്തിയിട്ടുള്ള സ്ഥലം എന്നുള്ളത് കൊണ്ട് ഈ ബിന്ദുമാധവ ക്ഷേത്രത്തിനും പ്രാധാന്യമുണ്ട് എന്നാണ്. പിന്നെ ഏറ്റവും പ്രത്യേകത പ്രയാഗ്രാജ്, അവിടെ വളരെ പ്രത്യേകത ഉണ്ട്. കാരണം നമ്മളുടെ ഗൗഡിയ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട ആചാര്യനായിട്ടുള്ള രൂപ ഗോസ്വാമിയുമായിട്ട് 10 ദിവസം തുടർച്ചയായിട്ട് ഭാഗവത ധർമ്മത്തെക്കുറിച്ച് സംഭാഷണം നടത്തി. ആ സംഭാഷണത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ചൈതന്യ മഹാപ്രഭു ലോകത്തിനോട് എന്തെല്ലാം പറയാൻ ഉദ്ദേശിച്ചോ അത് മുഴുവൻ ശിഷ്യന്മാരിൽ കൂടെ ലോകത്തിന് പകർന്നു കൊടുക്കുക ചെയ്തത്. ഭക്തിരസാമൃത സിന്ധു മുതലായിട്ടുള്ള ദിവ്യമായ ഗ്രന്ഥങ്ങളിൽ കൂടെ, അവരുടെ അനുഭവങ്ങളിൽ കൂടെ എന്താണ് കൃഷ്ണാവബോധം എന്നുള്ളത് ലോകത്തിന് പകർന്നു കൊടുക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ പരമ്പരകളിൽ കൂടെയാണ് നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം പ്രത്യേകത അതിനുണ്ട് എന്നാണ്. പിന്നെ അക്ഷയവട എന്നൊരു സ്ഥലം അവിടെ കാണാൻ സാധിക്കും. അക്ഷയവട എന്നുള്ള ആ സ്ഥലത്ത് ദിവ്യമായിട്ടുള്ള ഒരു ആൽവൃക്ഷം കാണാൻ സാധിക്കും. ആ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി അതിന് 10 ദിവസം പൂജിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പൂജിച്ചിട്ടുണ്ട്. അവിടെ എവിടെയാണോ ഭഗവാനുള്ളത് അവിടെ ഭക്തന്മാരുണ്ടാവും. മഹാദേവൻ ദിവ്യമായ ഭാവത്തോടു കൂടെ സാന്നിധ്യം ചെയ്യുന്നു. അവിടെ അനേകം ദേവീദേവന്മാരുടെ സാന്നിധ്യം അക്ഷയവട് എന്നുള്ള സ്ഥലത്ത് കാണാൻ സാധിക്കും എന്നാണ്. അങ്ങനെ സകല ദേവീദേവന്മാരുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു സംഗമം നമ്മൾക്ക് ഈ പ്രയാഗ്രാജിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞങ്ങളുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും ചില ആളുകൾ പറയുന്നുണ്ട് ഒരുപാട് നടക്കേണ്ടതായിട്ട് വന്നു, ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് വന്നു എന്നുള്ളത്. എന്തിനായി ബുദ്ധിമുട്ടണത്? കാരണം ഒരു മഹത്തായ ഉദ്ദേശം സാധിക്കാൻ വേണ്ടിയിട്ട് ദിവ്യമായിട്ടുള്ള ആ ഒരു ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്യാനായിട്ടാണ് ഇങ്ങനെ നമ്മളൊരു എഫർട്ട്, ഒരു പ്രയാസപ്പെട്ടിട്ടുള്ള അതൊരു തപസ്സാണ് വാസ്തവത്തിൽ എന്നാണ്. 2 പേര് യാത്ര ചെയ്യുമായിരുന്നു. പോകുന്ന സമയത്ത് ഒരാളുടെ അടുത്ത് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി 2 പേരും ഒന്നിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ പെട്ടിയിൽ ഭയങ്കര ഘനമാണ് ആ പെട്ടിക്ക്. അപ്പോൾ കൂടെ അയാളോട് പറഞ്ഞു ഈ പെട്ടി ഇറക്കാൻ ഒന്ന് സഹായിക്കൂ നിങ്ങൾ എന്നെ എന്ന് പറയാണ്. ഒക്കെ കൂടി ഒരു കാണാൻ ഭംഗിയില്ലാത്ത ഒരു ഇരുമ്പിൻ്റെ പെട്ടിയാണത്. അത് ഇറക്കി വെച്ചിട്ട് ആ ആൾ ഉടമസ്ഥൻ പറയുകയാണ് ഇത് നിങ്ങൾക്കുള്ളത് എടുത്തോളൂ എന്ന് പറയുകയാണ്. അതെ, എനിക്ക് ഈ പെട്ടി ആവശ്യമില്ല, ഈ കറുത്ത പെട്ടി എനിക്ക് എന്തിനാ, ഇരുമ്പ് പെട്ടി എന്തിനാന്ന് ചോദിക്കുമ്പോഴാണ് അതെ ആ പെട്ടിയിൽ നിറയെ രത്നങ്ങളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പെട്ടി എടുക്കില്ലേ? ഇതേപോലെയാണ് ഇത്രയും പ്രയാസപ്പെട്ട് നമ്മളവിടെ എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് ഏറ്റവും ദിവ്യമായിട്ടുള്ള അവസ്ഥയിൽ ഇനി എത്ര ജന്മജന്മാന്തരങ്ങളുണ്ടോ ആ ജന്മാന്തരങ്ങളിൽ മുഴുവൻ ഉള്ള അക്ഷയമായ പുണ്യം നേടാനാണ് നമ്മളവിടെ എത്തുന്നത് എന്നാണ്. അത് വളരെയധികം അത്ഭുതകരം. ഞങ്ങളുടെ യാത്ര തന്നെ അത്ഭുതകരമായിട്ടുള്ളൊരു യാത്രയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അതായത് 14-ാം തീയതിയാണ് ഞങ്ങളിവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് ഇവിടെ അയോധ്യ എയർപോർട്ടിൽ എത്തിച്ചേർന്നത്. അയോധ്യയിൽ എത്തിച്ചേർന്ന് ഒരേ ഒരാഗ്രഹം എന്തായിരുന്നു? കാരണം വാസ്തവത്തിൽ എനിക്ക് ആരോഗ്യം തീരെ ഇല്ല, വളരെ മോശമായിട്ടുള്ളതാണ്. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഗുരു മഹാരാജനോട് പ്രത്യേകം അപേക്ഷിച്ചിരുന്നു എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ളത്. പിന്നെ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോട് എന്നെ കൊണ്ടുവരേണ്ട ചുമതല ഗുരുവായൂരപ്പ അവിടത്തേക്കാണ്, എനിക്കൊന്നും ഇല്ല, എൻ്റേതായിട്ടൊന്നുമില്ല, എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് മേൽശാന്തി പറഞ്ഞു പോയിട്ട് വരൂ, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു, ഗുരുവായൂരപ്പൻ പറഞ്ഞതുപോലെ എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ 14-ാം തീയതിയാണ് ഇവിടുന്ന് വൈകുന്നേരം ഏകദേശം ഒരു 2:30 മണി 4:30 മണിയോട് കൂടിയിട്ട്
2:30 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അയോധ്യ എയർപോർട്ടിലെത്തുന്നത്. അവിടെ എത്തിയിട്ടും ഏത് വഴിക്കാണ് പോകുകയെന്നുള്ളത് ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ആ അവസ്ഥയിൽ അവരെ ആ റൂമിൻ്റെ ആളുകളെ വിളിച്ചു. എങ്ങനെയൊക്കെയോ എത്തിച്ചേർന്നു എന്ന് പറയാനേ നിവർത്തുള്ളൂ. ഏകദേശം ഇതൊക്കെ ആ കൃഷ്ണ കോൺഷ്യസിൻ്റെ ഗുരുനാഥൻ്റെ ഒരു സങ്കല്പത്തിനനുസരിച്ച് എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോയി എന്നേ പറയാൻ നിവർത്തിയുള്ളൂ. അവിടെ എത്തിയതോട് കൂടിയിട്ട് ഒരേ ഒരാഗ്രഹം എന്താണ്, രാംലല്ലയെ കാണണം. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അയോധ്യ കാണണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ശ്രീരാമനെ ഒരു നോക്ക് കാണണം എന്നാഗ്രഹിച്ചുകൊണ്ട് എന്തിന് അവിടെ ആ ക്ഷേത്രം നിർമ്മാണത്തിൻ്റെ ആരംഭത്തിൻ്റെ എത്രയോ കാലം മുമ്പേ തന്നെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതാണ് ഒരിക്കൽ അവിടെ അയോധ്യയിൽ പോകണം, ഒന്ന് കാണണമെന്നുള്ളത്. പിന്നെ ക്ഷേത്രം സ്ഥാപിച്ചു, പ്രതിഷ്ഠ കഴിഞ്ഞു എന്ന് കേട്ടപ്പോഴേക്ക് കൂടുതൽ മോഹമായി കാണാനായിട്ട്. ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല, ആരോടാണ് ചോദിക്കേണ്ടതെന്നുള്ളത് അറിയില്ല. എങ്ങനെയൊക്കെയോ അവിടെ ഗുരുവായൂരപ്പനോട് എത്തിച്ചു എന്ന് മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ. അവിടെ ചെന്നതും അതിൻ്റെ ഹരേ കൃഷ്ണയുടെ ഇസ്കോണിൻ്റെ ആളുകൾ പറഞ്ഞു, അയ്യോ എപ്പോഴാണ് പോകാൻ പറ്റുക എന്നുള്ളത് അറിയില്ല, എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. കാരണം 5 ലക്ഷം പേരാണ് ദർശനത്തിനായിട്ട് നിൽക്കുന്നത്. എങ്ങനെ കാണാൻ സാധിക്കും എന്നാണ്. അപ്പോൾ കാണാൻ സാധിക്കില്ല എന്നൊരൊറ്റ ദുഃഖം. അതിൻ്റെ ഗുരുവായൂരപ്പ, ഇത്ര കാലം ഞാൻ ഭാഗവതം വായിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നോക്ക് എൻ്റെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. രാംലല്ലയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്ര കാലം ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ ഭാഗവതം വായിച്ചത്, ഗുരുവായൂരപ്പനെ സേവിച്ചത്. സുന്ദരകാണ്ട് 5 വർഷം സപ്തസർഗം വായിച്ചത് എന്തിനാ? ഒരു നോക്ക് കാണാനായിട്ട്. ആഗ്രഹമൊക്കെ വെറുതെ ആവോ എൻ്റെ ഗുരുവായൂരപ്പ? എന്തിനു പറയണു, 2 കിലോമീറ്റർ വീൽ ചെയറിൽ പോയി അവിടെ ഇരുന്നു കൊണ്ട് ആ പോകുന്ന സമയത്ത് മുഴുവൻ കരഞ്ഞു, കണ്ണീരോട് കൂടിയിട്ടാണ്. പക്ഷേ ഈ കണ്ണീര് ഭഗവാൻ കണ്ടു, ഗുരുവായൂരപ്പൻ കണ്ടു, അവിടെ ശ്രീലകത്തിരിക്കുന്ന ആളും കണ്ടു. ഒരു പ്രയാസമില്ലാണ്ട് ഞങ്ങൾ കൂടെ വന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള രാജീവ് മാതാജി, അവരോട് കൂടിയിട്ട് അവർക്ക് എല്ലാ ഭാഷകളും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അവർ മുമ്പേ പോയി വന്നതാണ്, തൊട്ട് മുമ്പേ പോയി വന്നതാണ്. എനിക്ക് വേണ്ടി ആണ് അവർ, ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധിയായിട്ട് അവരാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഗുരുവായൂർ അവിടുത്തെ ഇസ്കോളിലെ ഒരു കുട്ടിയും കൂടി, വിവേക് എന്നുള്ള പേരിലുള്ള ഒരു കുട്ടിയും കൂടി കൂടെ വന്നു. എങ്ങനെയാണെന്നറിയില്ല, വീൽ ചെയറിൽ സഞ്ചരിച്ച് അവസാനം ഓഫീസിലെത്തിയിട്ട് ആ വീൽ ചെയറിൽ നിന്ന് മറ്റൊരു വീൽ ചെയറിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. വീൽ ചെയർ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് VVIPs പോകുന്നത് പോലെ, ഒരു തിരക്കിലും പെടാതെ നേരെ ഭഗവാന്റെ മുമ്പിലെത്താൻ, രാമലല്ലയുടെ മുമ്പിലെത്താൻ സാധിച്ചു. കണ്ണീരോട് കൂടിയിട്ടേ ആ രൂപം കാണാൻ സാധിച്ചുള്ളൂ. കാരണം കണ്ണ് നിറഞ്ഞൊഴുകുക ഭഗവാനെ കാണുന്ന സമയത്ത്. ഭഗവാനെ ഇത്ര പെട്ടെന്ന് അവിടുത്തെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കാണാൻ സാധിച്ചല്ലോ അവിടുത്തെ. സന്തോഷമായി എനിക്ക്. അപ്പോഴേക്ക് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി സന്തോഷമായില്ലേ, ഭഗവാൻ ചോദിക്കുന്നത് പോലെ സന്തോഷമായില്ലേ എന്നെ കണ്ടിട്ട്? ഭഗവാനെ കണ്ട് ഇനിയും കണ്ടോളൂ എന്ന് പിടിച്ചു നിർത്തിയിട്ട് ഭംഗിയായിട്ട് ഭഗവാനെ കാണാൻ സാധിച്ചു. അതിമനോഹരമായിട്ടുള്ള അതിൻ്റെ പണികൾ, കൊത്തുപണികൾ, മാർബിളിലെ കൊത്തുപണികൾ, എത്ര ആയിരക്കണക്കിൽ വർഷം നിലനിൽക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ അതിൻ്റെ. അയോധ്യ റോഡൊന്നും ശരിയല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു, ക്ഷേത്രമൊന്നും ശരിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഇവർക്കൊക്കെ തക്ക മറുപടിയാണ് ഇവിടെ കാണുന്നത്, ചുട്ട മറുപടിയാണ് കാണുന്നത്. ഒരു കാലത്തും കേടുവരാത്ത വിധത്തിലാണ് ക്ഷേത്രത്തിൻ്റെ സംവിധാനം. 4 സ്വർണ്ണവാതിലുകൾ കാണാൻ സാധിക്കും അവിടെ. ഭഗവാനെ കണ്ടു, നമസ്കരിച്ചു. പിന്നെ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്, ഒരു ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, ഈ ദിവ്യമായ സ്മരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പോരാനായിട്ട് സാധിച്ചു. പിന്നെ ഏറ്റവും വലിയൊരു മോഹം ഉണ്ടായിരുന്നു ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ രൂപത്തിനെ, അതിന് ലീലകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സരയൂ നദി ഒന്ന് കാണണമെന്ന് എന്തെന്നില്ലാത്തൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും 4 കിലോമീറ്റർ ദൂരത്താണ് സരയൂ നദി ഒഴുകുന്നത്. മനോഹരമായ ക്ഷേത്രം, രാമലക്ഷ്മണ സീത അവരുടെ ദിവ്യമായിട്ടുള്ള ക്ഷേത്രം സരയൂ നദീ തീരത്ത് കാണാൻ സാധിക്കും. ആ നദീ തീരത്ത് അനേകം ബോട്ടുകളുണ്ട്. പരിശുദ്ധമായിട്ടുള്ള വെള്ളം. നമ്മൾ ആലോചിക്കും എന്തൊരു വെള്ളം, അല്ല, സരയൂ നദീ തീരം
വളരെ മനോഹരമാണ്. ഇപ്പോൾ വളരെ മനോഹരമാണ്. വളരെ പരിശുദ്ധമായിട്ടുള്ള തീർത്ഥമാണ് അവിടെ കാണാൻ സാധിക്കുക. ഈ തീർത്ഥം എവിടുന്നാണ് വരുന്നത്? വാസ്തവത്തിൽ മാനസ സരോവർ. ബ്രഹ്മാവ് തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ തപസ്സിൽ സന്തോഷിച്ച് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വിശേഷപ്പെട്ടൊരു സരോവർ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ സരോവറിൻ്റെ പൂർണ്ണരൂപമാണ് മാനസരോവർ. ഇന്ന് കൈലാസത്തിലേക്ക് പോകുന്നവർ മാനസരോവർ കാണാറുണ്ട്. അത് ഭഗവാനെ കണ്ടിട്ട് ബ്രഹ്മാവിൻ്റെ ഭക്തി കണ്ടിട്ട് ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായിട്ടൊഴുകി എന്നാണ്. അങ്ങനെ ധാരയായിട്ടൊഴുകിയിട്ടുള്ള വിശേഷപ്പെട്ട തീർത്ഥമാണ് മാനസരോവർ. ആ മാനസരോവർ എന്നാണ് ഈ സരയൂ നദിയുടെ ഉത്ഭവം എന്നാണ്. സരയൂ നദിക്ക് തുലനം ചെയ്യാൻ ലോകത്തിൽ മറ്റൊരു നദികളില്ല എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അത് അയോധ്യ നഗരിയാണ്, അയോധ്യയാണ്. സരയൂവിന് കൂടുതൽ പ്രാധാന്യം എങ്ങനെ വരുന്നത്? ശ്രീരാമൻ്റെ ജന്മം കൊണ്ട് പുകഴ് പെറ്റതാണ് ഈ സരയൂ നദി എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ അവതരിച്ച് ആ കൗസല്യാദേവിയുടെ മുമ്പിൽ നിന്നു. ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് ഭഗവാൻ നിന്നു. ചോദിച്ചു ഭഗവാനോട്, ഭഗവാൻ ചോദിച്ചു അമ്മയോട്, അമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഉടനെ കൗസല്യ പറഞ്ഞു സന്തോഷമായിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ സന്തോഷമാവാതിരിക്കാൻ കാരണം? അതെ, ചെറിയ ഉണ്ണിയായിട്ട് കണ്ടാലേ അമ്മയ്ക്ക് സന്തോഷമാവുള്ളൂ എന്നാണ്. അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ചെറിയ ഉണ്ണിയായിട്ട് മാറി. അപ്പോഴും ശംഖചക്രഗദാപത്മങ്ങളാണ്. അയ്യോ ഇത് പോരാ, എങ്ങനെ വേണം? 2 കൈയായിട്ട് മാറൂ ഉണ്ണി എന്നാണ്. ഉടനെ അവിടുന്ന് 2 കൈയായിട്ട് മാറി. എന്നിട്ടോ ഭഗവാൻ എപ്പോഴും പുഞ്ചിരിക്കുകയാണ്. അയ്യോ പുഞ്ചിരിച്ചാൽ പോരാ, പിന്നെ എന്ത് വേണം? കരയണം എന്നാണ് പറയണത്. പ്രസവിച്ച ഉണ്ണികൾ കരയില്ലേ, അതേപോലെ കരയണം എന്നാണ് പറയുന്നത്. കരഞ്ഞു. അമ്മയ്ക്ക് എന്താ ആഗ്രഹം? എനിക്ക് എൻ്റെ ഉണ്ണിയെ കുളിപ്പിക്കണം, സരയൂ നദിയിലെ ജലം കൊണ്ട് എൻ്റെ ഉണ്ണിയെ കുളിപ്പിക്കണം, ഉണ്ണിയെ ഭംഗിയായിട്ട് അലങ്കരിക്കണം. അപ്പോഴേക്കും അവിടെ അപ്പുറത്ത് 3 ഉണ്ണികളുണ്ടായിട്ടുണ്ട്. കരയാണ് അവിടെ. 3 പേരും ശ്രീരാമനെ പോലെ തന്നെ 3 ഉണ്ണികളും കരയാണ്. വസിഷ്ഠ മഹർഷി വന്നു അവിടെ. വസിഷ്ഠ മഹർഷി ചോദിച്ചു, ദശരഥൻ ചോദിച്ചു, 4 ഉണ്ണികളും കരയണു, എന്താ വേണ്ടത് ചോദിക്കുകയാണ്. ഉടനെ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അതെ, ഒരു ഉണ്ണിയെടുത്ത് ശ്രീരാമൻ്റെ അടുത്ത് കിടത്തു. ലക്ഷ്മണൻ സുമിത്രയുടെ ഒരു ഉണ്ണിയെടുത്ത് ശ്രീരാമൻ്റെ അടുത്ത് കിടത്തി. മറ്റേ ഉണ്ണി എടുത്തിട്ട് കൈകയുടെ അടുത്തും കിടത്തി. ഭരതൻ്റെ അടുത്ത് ശത്രുഘ്നൻ, ശ്രീരാമൻ്റെ അടുത്ത് ലക്ഷ്മണൻ. അപ്പോൾ സമാധാനമായി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ശ്രീരാമൻ്റെ ആ കുഞ്ഞുണ്ണിയായിരിക്കുന്ന സമയത്ത് രാംലല്ലയെ കുളിപ്പിക്കാനുള്ള ജലം എവിടുന്ന് എടുത്തിരിക്കുന്നത്? സരയൂ നദിയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഭഗവാന്റെ ലീലകൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചത്. കണ്ണീരൊരുപാട് സരയൂവിന് വന്നിട്ടുണ്ട്. കാരണം അഭിഷേകം മുടങ്ങുന്ന സമയത്ത് സരയൂ കരയില്ലേ? സരയൂ നദിയിൽ അയോധ്യാവാസികൾ മുഴുവൻ കണ്ണീര് വന്നു ചേർന്നിട്ടുണ്ട്. 14 വർഷം വരെ കരയായിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ സാക്ഷ്യം വഹിച്ചത് സരയൂ നദി എന്നാണ്. അവസാനം ശ്രീരാമചന്ദ്രസ്വാമിയുടെ തിരോധാനത്തിന് അവിടുന്ന് ആ ജലത്തിൽ ജലസമാധി ചെയ്തിട്ട് അവിടുന്ന് എല്ലാവരോടും കൂടെ ആ അയോധ്യയിലുള്ള സകല ഒരു പുൽക്കൊടി പോലും ശ്രീരാമനോടുകൂടെ വൈകുണ്ഠലോകത്തിൽ പോയി എന്നാണ്. അപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചു ആ ഒരു സരയൂ നദി. ഈ സരയൂ നദിയിൽ മറ്റൊരു കഥയും കൂടി പറയാനുണ്ട് സരയൂ നദിക്ക്. കാരണം പുറമേയുള്ള ബ്രിട്ടീഷുകാരുടെ മുഗളന്മാരുടെ ആക്രമണം വന്നു. ഭഗവാൻ അവതരിച്ച രാമജന്മഭൂമി തല്ലി തകർക്കപ്പെട്ടു. അവരുടെ ആ ഭക്തന്മാരുടെ വീര്യം കെടുത്താൻ ക്ഷേത്രം തകർക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ്. അതിനുവേണ്ടി അനേകം ആളുകൾ ബലിദാനം ചെയ്തു, ജീവൻ ഒടുക്കി. ലക്ഷക്കണക്കിന് ആളുകളെ തല വെട്ടുക, സരയൂവിലേക്ക് എറിയുക. അങ്ങനെ അനേകം ഭക്തന്മാരുടെ രക്തം കൊണ്ട് ഈ സരയൂ നദി ചുവന്നിട്ടുണ്ട്. രക്തമയമായിട്ട് ഒഴുകിയിട്ടുണ്ട് സരയൂ നദി. ആ നെടുവീർപ്പുകളൊക്കെ, ആ ദുഃഖങ്ങളൊക്കെ എങ്ങനെയല്ലേ അതായത്? ഇവിടെ ശ്രീരാമൻ്റെ ക്ഷേത്രം ഉയർന്ന് രാമലല്ലയെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രധാനമന്ത്രി പറഞ്ഞു, എങ്ങനെയാണോ ശ്രീരാമൻ അയോധ്യയിലേക്ക് പോയ സമയത്ത് അയോധ്യയിൽ നിന്നും വിട്ടുപോയി 14 വർഷം ഒരു തിരി പോലും അയോധ്യയിൽ കൊളുത്തിയിട്ടില്ല ആരും. എന്തിനു വേണ്ടി? തിരിവെച്ചിട്ടില്ല ആരും. ഒരു ദീപം കൊളുത്തിയിട്ടില്ല. കാരണം ഞങ്ങളുടെ ശ്രീരാമനില്ലാതെ ഞങ്ങൾക്കെന്ത് ഉത്സവം എന്നാണ്.
അങ്ങനെ 14 ഒരു ദിവസം ഒരു തിരിയെങ്കിലും കത്തിക്കുമല്ലോ ഒരാൾ. അങ്ങനെ 14 വർഷം എത്ര ദീപം വെച്ചിട്ടുണ്ടാവണം, ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. ആ 14 വർഷം ഓരോരുത്തരും ആഗ്രഹിച്ച് ദീപം കൊളുത്താൻ ആഗ്രഹിച്ച് ആ ദീപങ്ങൾ മുഴുവൻ അയോധ്യയിൽ തെളിഞ്ഞു എന്ന്. ആദ്യമായി ദീപാവലി ആഘോഷിച്ചത് എന്താണ്? ശ്രീരാമൻ രാവണവധം കഴിഞ്ഞ് അയോധ്യയിൽ വന്ന സമയത്ത് ഈ അയോധ്യയിൽ ദീപാവലി വേണം. ആരാ? ഭരതനാണ് നിശ്ചയിച്ചത്. ഭരണനിപുണനാ ഭരതൻ നിശ്ചയിച്ചു ദീപാവലി ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ദീപാവലി ഉണ്ടായത് എന്നാണ്. ദീപാവലി ആഘോഷത്തിൻ്റെ ചരിത്രം ഇതാണ്. അയോധ്യ മുഴുവൻ ദിവ്യമായ ദീപങ്ങളെ കൊണ്ട് എത്ര ഓരോരുത്തരും ആയിരക്കണക്കിന് ദീപങ്ങൾ വെച്ചു എന്നാണ്. അങ്ങനെ അയോധ്യ മംഗളകരമായി. ഇന്ന് അയോധ്യ അതിസുന്ദരിയാണ്. രാമലെല്ലാം അവിടെ സാന്നിധ്യത്തിനു. സരയൂ നദി സമാധാനമായിട്ട് ഒഴുകുന്നു. ആ സരയൂ നദിയിൽ കൂടെ യാത്ര ചെയ്യാൻ എന്തോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, പിന്നെ എൻ്റെ ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ രാജലക്ഷ്മി സുരേഷ് അവരുടെ ഒരു എന്തെന്നില്ലാത്തൊരു പ്രത്യേകമായിട്ടുള്ള സ്നേഹം കൊണ്ട്, ഗുരുമഹാരാജൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആ സരയൂ നദിയിൽ കൂടെ ഒരു ബോട്ട് യാത്ര സാധിച്ചു. സരയൂ നദിയുടെ അക്കരെ പോയിട്ട് അവിടുത്തെ മണൽ ശേഖരിക്കാനായിട്ട് സാധിച്ചു. സരയൂ നദിയിൽ അത്രയും ദിവ്യമാണ് അത് എന്നാണ്. അതേപോലെ പിറ്റേ ദിവസം 19-ാം തീയതിയാണ് പ്രയാഗരാജിലേക്ക് ഞങ്ങൾ പോയത്. അവിടെ എത്തിയതും ഇതേപോലെ കേട്ടിട്ടുണ്ട്. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പാണ്. ഫെബ്രുവരി മാസക്കാലാണ്, തണുപ്പാണ്. എങ്ങനെയാണ് പോവുക എന്നുള്ളത് അറിയില്ല. അവിടെ എത്തിയതും 4 മണിക്കൂർ മുമ്പേ ഞങ്ങളുടെ കാർ ഡ്രൈവർ അവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ആ കാറിൽ എത്തിപ്പെട്ടു. അവിടുന്ന് പിന്നെ 7 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പം കാർ അവിടെ നിർത്തി. അവർ പറഞ്ഞു ഇനി ഒരടി മുന്നോട്ട് പോവില്ല, തിരക്കാണ്, പോവില്ല. ഇവിടുത്തെ UP സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്, ഇവിടുന്ന് ഒരടി മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോഴേക്ക് അവിടെ ബൈക്കുകളുണ്ട്. ആ ബൈക്ക് എടുത്തിട്ട് ആൾ വന്നു. ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ ഇത്രയും ബാക്കിയുള്ള ദൂരം മുഴുവൻ താമസിക്കുന്ന ടെൻറ്റിലേക്ക്, ടെൻറ്റ് സിറ്റി എന്ന് പറയും, അവിടെയാണ് പോകാൻ സാധിച്ചത്. അവിടെ രാത്രി 9 മണിയോടുകൂടെ ഒരുപാട് നടന്നു ആളുകൾ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നടക്കുന്നവരുണ്ട്, നടന്നിട്ട് പോയിട്ടുള്ളവരുണ്ട്, കുറച്ച് ദൂരം പോയിട്ടുള്ളവരുണ്ട്. എന്തായാലും ഞങ്ങൾക്കൊരു പ്രയാസമില്ലാതെ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചു. പിന്നെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അവർ ചെയ്തിരുന്നു. ഗുരുമഹാരാജൻ്റെ എന്തെന്നില്ലാത്ത അനുഗ്രഹം, എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നു. അവിടെ ഗുരുവായൂരപ്പനോട് പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം അറിയിക്കാനുണ്ട്. കാരണം പോകുന്ന വഴിയിൽ മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയുക, ഭാഗവത കഥകൾ. ഞങ്ങൾ ഇത് മാത്രം സംസാരിച്ചിരുന്നത്, വേറൊരു വാക്ക് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ 2 പേരുള്ളൂ, 2 പേർക്കും ഇൻട്രസ്റ്റഡ് ആണ്. വേറെ ഒന്നും ഒരു ഭക്ഷണത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ സൗകര്യത്തിൻ്റെ കാര്യമോ ഒന്നും സംസാരിച്ചിരുന്നില്ല. അവിടെ എത്തി അന്ന് ആ രാത്രി ഞങ്ങൾ കിടന്നു. 3 മണിയുടെ മുമ്പായിട്ട് ഉണർന്നു. ദിവ്യമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയാൻ നിവർത്തിയുള്ളൂ. സകല സ്ഥലങ്ങളിൽ നിന്നും ശംഖനാദങ്ങൾ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ശംഖനാദങ്ങൾ. പിന്നെ ശ്രീരാമൻ്റെ ഭജനകൾ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭജനകൾ, മനോഹരമായിട്ടുള്ള വാദ്യഘോഷങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ. ഇവിടെ എല്ലാ സ്ഥലത്തും ഒരേപോലെ. ഇത് എന്തോ വൈകുണ്ഠലോകാണോ ഗോലോകാണോ എന്ന് വരെ ഞങ്ങൾ സംശയിച്ചു പോയി എന്നാണ്. അങ്ങനെ 5 മണി, ഒരു ഏകദേശം 7 മണിയുടെ മുമ്പായിട്ട് ഞങ്ങൾക്ക് കുളിക്കാനും സ്നാനത്തിന് പോകാനുള്ള സൗകര്യങ്ങൾ അവർ തന്നെ ചെയ്തു. പിന്നെ വളരെ സമാധാനമായിട്ട് പോയിട്ട് സ്നാനം ചെയ്യാൻ സാധിച്ചു. അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ആ പ്രയാഗിൻ്റെ അതിൻ്റെ ആ ദിവ്യമായിട്ടുള്ള ആ ത്രിവേണി സംഗമത്തിൽ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലും ഞങ്ങൾക്ക് സാധിച്ചു. ആ സ്ഥലത്തേക്ക് കൂട്ടി കൊണ്ടുപോയി അവർ. എവിടെയൊക്കെ സംഗമങ്ങളുണ്ടോ ആ സംഗമങ്ങളിൽ മുഴുവൻ ഈ മോട്ടോർ ബൈക്കിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്ത് ഇത് ഇന്ന സംഘമാണ്, ഇന്ന ഘാട്ടാണെന്ന് പറഞ്ഞ് എല്ലാ സ്ഥലവും കാണാൻ സാധിച്ചു. സംഗമത്തിൽ പ്രത്യേകം തീർത്ഥമെടുക്കാൻ കാണാൻ സാധിച്ചു, ഭഗവാനെ കാണാൻ സാധിച്ചു. അതേപോലെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ച് ഇത്രയും ദൂരം ബൈക്കിൽ യാത്ര ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് പോലും യാത്ര ചെയ്ത് ശീലമില്ലാത്ത എനിക്ക് എത്ര ദൂരമാണ്, പക്ഷേ ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നാണ്. നേരെ പ്രയാഗരാജ് അതിൻ്റെ എയർപോർട്ടിലെത്തി. എന്തിനു പറയണു, ഭഗവാൻ ഞങ്ങളെ വിട്ടില്ല എന്നാണ് പറയണത്.
ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരുപാട് സമയം വൈകി. അത്രയും സമയം എയർപോർട്ടിൽ ഇരുന്നിട്ടും കിടന്നിട്ടും നടന്നിട്ടും ഞങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് എന്തിനു പറയുന്നു, അവിടെ സ്നാനം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പിന്നെ സ്നാനം കഴിഞ്ഞ് വന്നതിന് ശേഷം ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ഒരു സത്സംഗം, അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ മഹാത്മ്യത്തിനെ കുറിച്ചിട്ട് ഒരുപാട് സമയം ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചു, ചിന്തിക്കാൻ സാധിച്ചു. പിന്നെ അനേകം സന്യാസിമാരെ കാണാൻ സാധിച്ചു, അവരെ നമസ്കരിക്കാൻ സാധിച്ചു. ഇതെല്ലാം ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ, ഗുരുനാഥൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം എന്നേ പറയാൻ നിവർത്തുള്ളൂ. അനേകം ഫോട്ടോഗ്രാഫുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോഗ്രാഫിനെക്കാട്ടിലൊക്കെ വേണ്ടത് എന്താണ്, നമ്മുടെ ഹൃദയത്തിൽ ആ രൂപം തെളിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ പ്രയാഗരാജിൻ്റെയും അയോധ്യയുടെ രാംലല്ലയുടെയും സരയൂ നദിയുടെയൊക്കെ രൂപം തെളിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത് ആ ഹൃദയത്തിൽ ആ രൂപം വയ്ക്കുക. പിന്നെ ഇതെല്ലാം കൂടി എവിടെയാണ് ഒന്നിച്ചു ചേരുന്നത്? ഗംഗയും യമുനയും സരസ്വതിയും പിന്നെ ശ്രീരാമനും ശ്രീകൃഷ്ണ ഭഗവാനും എല്ലാ അവതാരങ്ങളും ഇവിടെ ഒന്നിച്ചു ചേരുന്നത് ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ശ്രീമൽ ഭാഗവതത്തിലാണ് ഒന്നിച്ചു ചേരുന്നത് എന്നാണ്. നിമ്നഗാനാം യഥാ ഗംഗാ ദേവാനാം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭോ പുരാണാനാമിതം തഥാ. എല്ലാ പുരാണങ്ങളുടെയും എല്ലാ ക്ഷേത്രങ്ങളുടെയും എല്ലാ ദേവന്മാരുടെയും സാരം സമുദ്രതം, ഇതെല്ലാം അതിൻ്റെ സാരം കടഞ്ഞെടുത്തതാണ് ശ്രീമദ് ഭാഗവതം. അതിൻ്റെ സാരം എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഭഗവാൻ ഈ തീർത്ഥയാത്രയുടെ ഉദ്ദേശം എന്താ? വാസ്തവത്തിൽ അതിൻ്റെ മഹിമ മനസ്സിലാക്കിയിട്ട് നമ്മൾ തീർത്ഥസ്ഥാനങ്ങളുടെ മഹിമ മനസ്സിലാക്കുക. ആ മഹിമ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ സാധിക്കുക. ഭഗവാന്റെ ആ തിരുനാമത്തിൽ കൂടെ നമ്മൾക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കുക? ഭഗവാന്റെ കഥകൾ വിശ്വസിക്കാൻ സാധിക്കുക. കഥകളിൽ കൂടെ കൂടുതൽ ആത്മീയമായിട്ടുള്ള പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുക. ഇതാണ് നമ്മളുടെ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു കുംഭമേളയ്ക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള 64 കോടി ആളുകൾ സ്നാനം ചെയ്തു. ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭഗവാന്റെ രൂപം, രാധാകൃഷ്ണന്മാരുടെ പാദങ്ങൾ അത് പ്രത്യക്ഷപ്പെടട്ടെ. അവർക്കെല്ലാവർക്കും ഭഗവാന്റെ തിരുനാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ജപിക്കാൻ തോന്നട്ടെ. 1000 രൂപ നോട്ടിൽ 500 രൂപയുടെയും പിന്നെ 100 രൂപയുടെ 200 രൂപയുടെ ആവശ്യം ഇതുകൊണ്ട് കഴിയുമല്ലോ. ഇതേപോലെ എല്ലാ ദേവീദേവന്മാരും പ്ലീസിങ് ആവുന്ന വിശേഷപ്പെട്ട മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് ജപിക്കാൻ സാധിക്കട്ടെ. അത് ജപിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ തപസ് ചെയ്ത് പാടുപെട്ട് അവിടെ പോയിട്ട് വെറുതെ കുളിച്ച് പോകുന്നതല്ല. കുളിക്കാൻ സ്നാനത്തിന് പോയത് എന്തിനാ? ഇതെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സാധിക്കട്ടെ നമ്മൾക്ക് എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഒരു അവസരം നമ്മൾക്ക് പറയാനൊരു അവസരം ഉണ്ടായല്ലോ. അത് എവിടുന്നാണ് ഉണ്ടായത്? ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഇസ്കോണിൽ തുളസി വനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുക. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.